അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ താരം ഉണ്ടല്ലോ, ഇവനാണ് ഇന്നത്തെ താരം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഞാൻ ഒരിക്കലുണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഒരിഷ്ടം തോന്നി, എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയത്. അപ്പം ഞാനിത് ചെയ്യാൻ പോണതേ, നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ കഴുകിയൊക്കെ വെച്ചാണ്, കഴുകുന്നത് കാണിച്ചില്ലേ, ഞാൻ കഴുകിയൊക്കെ വെച്ചു, ഇങ്ങനെ ഇരുന്നതാണ് ഉപയോഗിക്കാണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് പുതിന നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. നമുക്ക് ഇതിനകത്ത് പുതിന നടാം. അപ്പോൾ നമ്മളതിനായിട്ട് ഇതിക്ക് മുമ്പ് മൺചട്ടി മടിക്കാനായിട്ട് ഒരു പെയിൻറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ, ഒരു ബോട്ടിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ട് കേട്ടോ, കുറച്ചുണ്ട്, പകുതിയോളം ഉണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ച് കൊടുക്കാണ്ടതിന് നിങ്ങളെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലേ, കളർ മാറിയിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അതെ, നമ്മൾ ഈ പോട്ടുണ്ടല്ലോ, നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് നമ്മൾ പറഞ്ഞത് നമ്മൾ പുതിന നടാൻ പോണേ കേട്ടോ. അപ്പോൾ പുതിന നടന്നേക്ക് മുമ്പ് നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കഷ്ണം നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം നെറ്റ് മതി. നെറ്റില്ലാത്തവർക്ക് സവോള ചാക്കിൻ്റെ കഷ്ണമൊക്കെ ആയാലും മതി കേട്ടോ, എന്തായാലും മതി, കുഴപ്പമില്ല. ഇനി ഒന്നും അല്ലെങ്കിൽ കണ്ണിയകലമുള്ള തുണി ആയാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മളിത് ഇട്ട് കൊടുക്കുന്നതെന്ന് അറിയാമോ, ഈ വലിയ ഹോളിക്കൂടെ മണ്ണ് പുറത്തേക്ക് ഒരുമിച്ച് ഒഴുകി പോകാതിരിക്കാൻ നമ്മളിത് ഈ നെറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് നെറ്റ് ഇട്ട് കൊടുത്തു. നമ്മൾ പോട്ടി മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഈ പോട്ടി മിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പോട്ടി മിക്സൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നെറ്റ് നമ്മൾക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പോട്ടി മിക്സിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണില്ല, നമ്മൾ സാധാരണ എടുക്കാറുള്ള പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഈ ബാക്കിയുള്ള നെറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം, പുറത്തേക്ക് കാണാതിരിക്കാനാണ് കേട്ടോ നെറ്റ് കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. നമ്മൾ ഇനി ഇച്ചിരി കൂടി മണ്ണ് വഴിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നെറ്റ് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നിറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ, നമ്മൾ നിറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. നമ്മൾക്ക് ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിന കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ പുതിന എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പുതിനയുടെ വീഡിയോ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കുപ്പിയിൽ പുതിന. പക്ഷേ അതിനകത്ത് നല്ല റീച്ച് ഉണ്ടായിട്ടോ. എന്നാലും കുറച്ച് പേര് കമൻറ്റൊക്കെ ഇട്ടായിരുന്നു, ഇത് സക്സസ് ആവില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത്രയും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടതേ, പുതിന വളർന്നതൊക്കെ ഇത് എത്രയും വളർന്നു കേട്ടോ. ഞാൻ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തൊക്കെ വീട്ടാവശ്യത്തിന് എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഒരു കുപ്പി, നമുക്കൊരു കുപ്പിയിൽ ഇത്രയും പുതിന ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക്, പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നിറച്ച് തിങ്ങി വന്നേക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അടപ്പൊന്ന് തുറന്ന് കഴിഞ്ഞാൽ നിറച്ച് പുറത്തേക്ക് വരാൻ പാത്രം നിൽക്കണേ. കണ്ടതേ, അടുപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട്, നിറച്ച് തൈകളാണ്. കണ്ടതേക്ക് നിറച്ച് തൈകളും വേരുകളൊക്കെ ആയി കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് പുതിനയുടെ തണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പുതിന എങ്ങനെ വേണം നടാം ഉണ്ടോ. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാ. ഇത്രയും നീണ്ട് വളർന്നു. നമുക്കിനിയും ഈ നീണ്ട് വളർന്ന തണ്ട് നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിടത്തിയിട്ടിട്ട് നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും വളരും കേട്ടോ. പുതിന ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനമല്ലേ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ നമുക്ക് വെള്ളത്തിലിട്ടാൽ നമുക്ക് വളർത്താം കേട്ടോ, വേര് വരും കേട്ടോ.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമുക്ക് തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നടാട്ടോ. അതിനകത്ത് എല്ലാ ഹോളിൽ കൂടെ നമ്മൾ നടാൻ ഉദ്ദേശിക്കണേ. നമ്മളതിനായിട്ട് തണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ. എന്തൊരു വളർച്ച വന്നുണ്ടോ തണ്ടിനൊക്കെ. അപ്പോൾ അതേ നമ്മളിതിനകത്ത് അത്യാവശ്യം കട്ടിങ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ശരിക്കും അതിൽ പൊട്ടി ഉണ്ടായിക്കോളൂ കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമ്മൾ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഹോളിലും നമുക്ക് ഓരോന്നും നമ്മൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കോലോ ഇർക്കിളിയോ കമ്പ് എന്തെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നെറ്റ് ഇങ്ങനെ പതുക്കെ തുളയ്ക്കണം. തുളച്ചിട്ട് നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. മോളെ ലെയറെല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിലെ ലെയർ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പതേ നമ്മളുണ്ടല്ലോ എല്ലാ ഹോളിലും കുത്തി കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി നമ്മൾ ഈ ഹോളിൽ കൂടെ ഇട്ടിട്ട് കെട്ടിട്ടിട്ട് ഉള്ളിൽ കൂടെ കെട്ടിട്ടാണ് കേട്ടോ. 8 ഉള്ളിലുണ്ട്. അപ്പോൾ ഹോളിട്ട് അല്ല ഹോളല്ല ആ ഹോളിൽ കൂടെ കെട്ടിട്ടിട്ട് ഉള്ളിലേക്ക് അപ്പോൾ പുറത്തേക്കൂടെ നമ്മൾക്ക് ഇരിക്കും. അതിൻ്റെ ഇനി ഉണ്ടല്ലോ നമുക്ക് ഏത് വള്ളിയോളം എടുക്കാം കേട്ടോ. നമുക്ക് ഈ മുകളിലൂടെ നട്ടു കൊടുക്കാം കേട്ടോ. മുകളിലൂടെ നമ്മളിങ്ങനെ നട്ടു കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കും. ഇപ്പോൾ അത് വെയിൽ കുറച്ച് വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കോണത്ത് വെയിലുണ്ട് നന്നായിട്ട്. അപ്പോൾ വെയിൽ കൊള്ളണ കാരണം ഇത്തിരി വാട്ടം പറ്റി കേട്ടോ. അത് ഒക്കെ ശരിയാവും. ഇനിയും നമ്മൾ വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പൊക്കെ എടുത്ത് കഴിയുമ്പോൾ വാട്ടൊക്കെ നിൽക്കും കേട്ടോ. ഇതങ്ങനെ വാടിപ്പോണ ഇതല്ല, പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പുതിന നമ്മളുണ്ടല്ലോ വീട്ടിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടാതിരിക്കരുത്. എപ്പോഴും ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ മാറ്റി നട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോട്ടെ. അപ്പോൾ അതേ നമ്മൾ മേളിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതേ ഓക്കെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ശരിക്കും ഇനി പിടിച്ചു വരുമ്പോൾ നല്ല അടിപൊളി ഒരു ബോൾ പോലെ പുതിനയുടെ ഒരു ബോൾ പോലെ തോന്നും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും തൂക്കിയിടാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഇത്തിരി നനച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കണം. നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനിയും അധികം വെയിലില്ലാത്തടത്ത് നമ്മൾ ഒരാഴ്ചയ്ക്ക് തൂക്കിയിടണം. ഇതിന് പുതിനയ്ക്ക് വെയിൽ വേണമല്ലോ കേട്ടോ. ഒരു ഷെയ്ഡ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തൂക്കിയിടാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നട്ടെല്ലാം കഴിഞ്ഞു, വെള്ളം ഒഴിച്ചു, നമുക്ക് ഇത് തൂക്കിയിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിവിടെ സൈഡിലാണ് തൂക്കിയിടുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ തൂക്കാനായിട്ട് ഒരു എസ്കുളത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എസ്കുളത്തുമ്പോൾ നമ്മൾ തൂക്കണേ. അപ്പോൾ അതേ നമ്മളിതിവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാനായിട്ട്? പക്ഷേ ഇനി ഇതുണ്ടല്ലോ നല്ല ഇതളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇത് ബോൾ പോലെ ആയിട്ട് നല്ല തൂങ്ങി ഇങ്ങനെ കിടക്കട്ടോ. നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഇത് കാണിക്കാം കേട്ടോ നിങ്ങളെ. നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കോട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.